ഞാൻ SNDPയുടെ പ്രവർത്തകനോ SNDPയുടെ വക്താവോ അല്ല. പിന്നെ താങ്കൾ ഇന്ന് പറഞ്ഞ മാതിരിയിൽ ഇതിനെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഇന്നലെ തന്നെ വളരെ വ്യക്തമായിട്ട് സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ സംസ്ഥാന അധ്യക്ഷനും വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലുമുള്ള ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ദഹിപ്പിച്ചെടുക്കുകയും അതിനോട് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാനുള്ള അവകാശവും അധികാരവും ഒക്കെ എല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ വികസനവും അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തുമുള്ള ചില പിന്നോക്കാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്താണ് മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് 13 ജില്ലകൾക്കില്ലാത്ത വിധത്തിൽ ചിലർക്ക് പൊള്ളലുണ്ടാകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി കുറച്ചു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹത്തിന് ലഭിച്ചത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പ്രസ്താവന നടത്തി. അപ്പോൾ കേരളത്തിലെ ചില ആളുകൾക്ക്, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതെന്തോ ഞങ്ങൾക്ക് തീരെഴുതി കിട്ടിയത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ സംസാരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ പറയുന്നു. ആ ജില്ലയിൽ മറ്റ് ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണോ അല്ലയോ എന്ന് ഡാറ്റകൾ എടുത്ത് പരിശോധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അദ്ദേഹം പറയുന്നു ഏതാണ്ട് 27%-ത്തിനടുത്ത്, കൂടിക്കാൽ 30%-ത്തിനടുത്ത് ആ ജില്ലയിൽ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ മറ്റ് ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവർക്കില്ല. അത് ആവശ്യപ്പെടുമ്പോൾ അത് ലഭിക്കുന്നില്ല. നാരായണീയർ, അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളുകളൊക്കെ ഈഴവരാണോ ആവേണ്ടവരാണോ എന്ന കാര്യത്തിലൊക്കെ എനിക്കും വ്യത്യസ്തമായ വീക്ഷണമുണ്ട്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ശരി, ശ്രീ ടി പി മാസ്റ്റർ, ഇപ്പോൾ അങ്ങ് SNDPയുടെ പ്രതിനിധി അല്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ അപ്പടി പിന്താങ്ങിയത് BJP എന്ന കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ ഞാൻ BJPയുടെ കാര്യമാണ് ചോദിച്ചത്, ഒന്നാമത്. രണ്ടാമത്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും വലിയ തോതിൽ അണികളുള്ള ഒരു സാമുദായിക നേതാവിന് ലോകത്ത് എല്ലായിടത്തുമുള്ളതുപോലെ, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന വിവക്ഷിക്കുന്നത് പോലെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് അന്യന്റെ മൂക്കിന്റെ തുമ്പിൽ തീരുന്നതാണ്. മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് അവരുടെ സാമുദായികമായ സവിശേഷതകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ തരത്തിൽ അതിനെ ചിത്രീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യം എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അങ്ങ് നേരത്തെ ചോദിച്ചല്ലോ, മറ്റ് 13 ജില്ലകളെ പറ്റി പറയുമ്പോൾ ഇല്ലാത്ത വേദന എന്തുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് എന്ന്. മറ്റ് 13 ജില്ലകളെ പറ്റി അങ്ങനെ പരാമർശം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീജേന്ദ്ര മാസ്റ്റർ? അല്ല, വളരെ കൃത്യമായിട്ട് ഇന്നലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാധു, ഒരുപക്ഷെ നിങ്ങളുടെ ലേഖകൻ കൂടി അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കൊടുത്ത സമയത്തുണ്ട്, മലപ്പുറം ജില്ലയിലെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായിട്ട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ ആളുകളും ഇത്തരം ആളുകളാണ് എന്ന അഭിപ്രായം നമുക്കില്ല. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശന്റെ നിഗമനങ്ങളെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുമോ? മലപ്പുറം ജില്ലയിൽ ആ ജില്ലയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാഭ്യാസ ആനുകൂല്യ പ്രവർത്തനങ്ങളൊക്കെ സമുദായത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ആകെ ഒരു കോളേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് അത് മറ്റ് നിരവധി ആവശ്യപ്പെടുമ്പോൾ കിട്ടിയിട്ടില്ല. മറ്റ് പല ജില്ലകളിലുമുള്ള കണക്കുകൾ അദ്ദേഹം പറയുന്നു. അവിടെയുള്ള ജനസംഖ്യ നോക്കിയിട്ടോ ഒന്നുമല്ല ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ജില്ലയിൽ മാത്രം തങ്ങൾക്ക് അത് നിഷേധിക്കപ്പെടുന്നു എന്ന് ഒരു യോഗത്തിൽ ആ ജില്ലയിലെ എല്ലാ ആളുകളും ഇത്തരക്കാരാണെന്ന് പറയുന്നില്ല. എത്തരക്കാർ ടി പി ചന്ദ്ര മാസ്റ്റർ? അത് ഇന്നലെ വളരെ കൃത്യമായിട്ട് MT രമേശ് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ചില ആളുകൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അല്പം കൂടുതലുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മകനെ തന്നെ അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ മുഴുവൻ പ്രവർത്തിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താനും അനുമതി ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടു. അത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് അവിടെ നിഷേധിക്കപ്പെടുന്നു. മറ്റൊരു BJPയുടെ സ്ഥാനാർത്ഥി, ലോക്സഭാ സ്ഥാനാർത്ഥി ഇവിടെ വന്നപ്പോൾ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു. അത്തരത്തിൽ തീവ്രവാദ പ്രവണതയുണ്ട് എന്ന് പറയാൻ
അങ്ങേക്ക് ആധാരമാകുന്ന പഠനം എന്താണ്? ഇന്റലിജൻസ് റിപ്പോർട്ട് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റയുണ്ടോ? പോലീസ് റിപ്പോർട്ടുകളുണ്ടോ? എന്താണ് അതിന്റെ അടിസ്ഥാനമായ രേഖ? അല്ല, അത് മാധു അങ്ങനെ അതിൻ്റെ ആധികാരികമായ രേഖ എന്നുള്ള നിലയ്ക്ക് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നെങ്കിലോ എന്നോട് മുൻകൂട്ടി പറഞ്ഞാൽ അവിടെ കൊണ്ടുവരുമായിരുന്നു. യഥാർത്ഥത്തിൽ അത്തരം പ്രവർത്തനങ്ങളുടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ആധികാരികമായ രേഖ അങ്ങേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന രേഖ എന്താണ്? ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന രേഖ എന്താണുള്ളത്? അങ്ങോട്ടാണ് വരുന്നത് മാധു. ഞാൻ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ഉത്തരത്തിലേക്ക് വരുന്നു. നോക്കൂ, കേരളത്തിലെ മലയാള ഭാഷാ പിതാവിന് ഇന്നേ വരെ അദ്ദേഹത്തിന് ഒരു സ്മാരകം ഈ ജില്ലയിൽ അനുവദിക്കില്ല എന്ന് പറയുന്നതിൽ അല്പം തീവ്രവാദ സ്വഭാവമുണ്ടോ? നമ്മളൊക്കെ ആരാധിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഇന്നേ വരെ ഇത് അനുവദിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ചില അസഹിഷ്ണുതയുണ്ടോ? മാധുവിന് ഉത്തരം പറയൂ. ഡാറ്റകളിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. അല്ല, തുഞ്ചത്തെഴുത്തച്ഛൻ അവിടെ സ്മാരകം അനുവദിക്കാൻ കഴിയില്ല എന്ന് അനുവദിക്കണമോ അനുവദിക്കേണ്ടയോ എന്ന് പറയാൻ അധികാരമുള്ളവരാണോ തീവ്രവാദ പ്രവണതയുള്ളവർ? അതായത് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നവർ, തീരുമാനമെടുക്കാൻ കഴിയുന്ന നിയമസഭ ഇതൊക്കെയാണോ? അല്ലെങ്കിൽ ക്യാബിനറ്റ് ഇതൊക്കെയാണോ തീവ്രവാദ പ്രവണതയുള്ള സ്ഥാപനങ്ങൾ? അതോ അവിടുത്തെ ഏതെങ്കിലും ആളുകളാണോ? അങ്ങ് നേരത്തെ പറഞ്ഞ അവിടെയുള്ള ആളുകൾക്ക് തീവ്രവാദ പ്രവണതയുണ്ട് എന്നുള്ളതാണ്. അതിന് ആധികാരികമായ എന്തോ ഒരു രേഖ അങ്ങയുടെ കയ്യിലുണ്ട്, പക്ഷെ അങ്ങക്ക് പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. എന്നിട്ട് പറയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം അവിടെ സ്ഥാപിക്കാൻ കഴിയാത്തത് തീവ്രവാദ പ്രവണതയുള്ളത് കൊണ്ടല്ലേ എന്ന്. തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം സ്ഥാപിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കപ്പെടുന്നു. അത് അനുവദിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും മുട്ടിന് പ്രതിമകൾ സ്ഥാപിക്കുന്ന അടക്കം ബജറ്റിൽ പറയാറുണ്ടല്ലോ. അപ്പൊ അതവിടെ നടപ്പിലാക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിന് ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാരിനെയാണോ നിങ്ങൾ തീവ്രവാദി സർക്കാർ എന്ന് വിളിച്ചത്?